വെൽക്കം ബാക്ക്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ബൈപ്പോളാർ ഡിസോർഡർ എന്താണ് എന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നാം പറഞ്ഞിരിക്കുന്നത്. ഇനി അല്പം കൂടെ ആഴത്തിൽ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ നാം ഡിസ്കസ് ചെയ്യുകയാണ്. അതിനകത്ത് ബൈപ്പോളാർ ഡിസോർഡർ 3 കാറ്റഗറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ബൈപ്പോളാർ 1 എന്ന് പേരിട്ട് വിളിക്കുന്ന ഡിസോർഡറാണ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് മാനിക് ആയിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ എക്സ്ട്രീംലി ഹാപ്പി ആവുക ചില സമയങ്ങളിൽ, അതുപോലെ തന്നെ എക്സ്ട്രീംലി എനർജറ്റിക്കായി മാറുക, എന്തും ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ ഒരു എനർജി, അതേപോലെ തന്നെ അതുമായിട്ട് അറ്റാച്ച്ഡായിട്ട് വലിയ രീതിയിലുള്ള ദേഷ്യവും ഉണ്ടാവുക. ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ബൈപ്പോളാർ 1 ഡിസോർഡർ ഉള്ള ആളുകൾ പലപ്പോഴും ഹൈപ്പോമാനിക് ആയിരിക്കുന്ന ഒരവസ്ഥയും ഇതിൻ്റെ കൂടെ കണ്ടുവരാറുണ്ട്. ഒരാൾ ബൈപ്പോളാർ 1 ഡിസോർഡർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 7 ഡേയ്സ് എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അങ്ങനെയാണെങ്കിലാണ് അതൊരു ബൈപ്പോളാർ ഡിസോർഡർ ആണ് എന്ന് നമ്മൾ പറയുക. ബൈപ്പോളാർ 1 ഡിസോർഡർ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ബൈപ്പോളാർ ഉള്ള ആൾക്ക് മേജറായിട്ടുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടായിക്കൊള്ളണം എന്നത് നിർബന്ധമില്ല. ഇനി ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ മെഡിക്കേഷൻ പ്രോസസ്സ്, മരുന്ന് കൊടുത്ത് ചികിത്സ നടത്തേണ്ട ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ സിംറ്റംസ് ആണ് അടുത്തായിട്ട് പറയുന്നത്. അതിലൊന്നാമത്തേത് ഹൈ എനർജിയാണ്. സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകമായ ഒരു എനർജി ലഭിച്ചതുപോലെ നമുക്ക് തോന്നുക. എന്തും ചെയ്യാനുള്ള, ഏതൊരു കാര്യവും ചെയ്യാനുള്ളൊരു പ്രത്യേകമായൊരു എനർജി ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് നമ്മൾ കാണുക. മറ്റൊന്ന് റെസ്റ്റ്ലെസ്നെസ്, അടങ്ങിയിരിക്കാൻ കഴിയാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം, ഒരു നിക്കപ്പുറതി ഇല്ലാത്തൊരവസ്ഥ, ഉറക്കം കുറയുന്ന അവസ്ഥ. അതോടുകൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഉറക്കം കുറയുന്നൊരവസ്ഥ. രാത്രി എഴുന്നേറ്റ് ഞാൻ അങ്ങനെ ബിസിനസ് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ഒരു പ്രത്യേകമായ പ്ലാനിങ്ങും യാഥാർത്ഥ്യവുമായിട്ട് പലപ്പോഴും ബന്ധം ഉണ്ടാവില്ല. ഈ വ്യക്തിയുടെ ജീവിതം, ഈ വ്യക്തിയുടെ കഴിവുകൾ, ഈ വ്യക്തിയുടെ അവസ്ഥകളുമായിട്ട് പലപ്പോഴും ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഇങ്ങനെ പലപ്പോഴും സംസാരിക്കുന്നുണ്ടായിരിക്കുക. ട്രബിൾ ഇൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. പിന്നെ അതുപോലെ ഒരു യൂഫോറിക് സ്റ്റേറ്റിലെത്തുക, അതായത് എക്സ്ട്രീം ഹാപ്പിനെസ്, അതായത് ഒരു റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ വ്യക്തി പരമമായ ഒരു ആനന്ദത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുക. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ടെൻഡൻസി, വളരെയധികം റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് കയറി വലിയ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുക, നീന്തൽ അറിയാതെ വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുക, അറിയാതെ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഹാംഫുൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയിലേക്ക് അത് മാറുക. രാത്രിയൊക്കെ ഉറക്കം അഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, ഉറങ്ങാൻ വേണ്ടി മറ്റുള്ളവർ പറഞ്ഞാലും അത് ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ സംസാരം വർദ്ധിക്കും. ഈ സമയത്ത് വലിയ സംസാരമായിരിക്കും, അതോടെ തന്നെ സ്പീഡിലായിരിക്കും കാര്യങ്ങൾ. സംസാരമൊക്കെ വളരെ സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സ്പീഡിൽ സംസാരിക്കുന്ന ഒരവസ്ഥ ഈ ആളുകളിൽ നമ്മൾ കാണും. വേറെ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, അതും പലപ്പോഴും ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായ സ്വഭാവത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലിയിലാണെങ്കിലും വർക്കിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലൊക്കെ ആ വ്യക്തിയുടെ ഡെയിലി റൂട്ടീനിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രയാസങ്ങളുള്ളൊരവസ്ഥ ഇതുകൊണ്ട് സംജാതമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ജനങ്ങൾക്ക് ഇതുള്ള അവസ്ഥയിൽ ഹാലൂസിനേഷൻസ്, ഫാൾസ് ബിലീഫ്സ്, അത് പല നേരത്തെ ഉണ്ടായിരുന്നതല്ലാത്ത പല വിശ്വാസങ്ങളിലേക്കും വരിക, പല ശബ്ദങ്ങളും കേൾക്കുന്നു, പലതും കാണുന്നു, പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുക, അതൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ്. ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ നാം ചർച്ച ചെയ്യുന്നതായിരിക്കും.